Again, welcome to our YouTube channel. യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ യാത്ര ട്രിച്ചിയിലൂടെയാണ്. തിരുച്ചി, തൃശ്ശിനാപ്പള്ളി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് റോക്ക് സിറ്റി എന്നുള്ളതാണ്. പാറകളുടെ നഗരം. എന്തായാലും തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഒത്ത നടുക്ക് കാവേരി തീരത്താണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, പാറക്കോട്ട കോവിൽ അഥവാ റോക്ക് ഫോർട്ട് ടെമ്പിൾ ആണ്. അപ്പൊ അവിടേക്കാണ് ഇന്നത്തെ ആദ്യത്തെ യാത്ര. വളരെ തിരക്ക് പിടിച്ചൊരു സിറ്റിക്ക് നടുവിലാണ് ഈ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊന്ന് കടന്നു കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടി. ഏകദേശം 400 പടി നടന്നിട്ട് വേണം ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് എത്താൻ എന്ന് പറഞ്ഞു കേട്ടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാനുണ്ടായത്. ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന ഒരു വഴിയാണ് ഇത്. രണ്ട് ഭാഗത്തും നിറയെ കടകളായിരുന്നു. ചെറിയൊരു വഴിയാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓരോ കടകളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ വളരെ ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാനിങ്ങനെ നടക്കും തോറും ഓരോ കടയിലുള്ള ഓരോരുത്തരും നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം എന്താണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവർ നമ്മളോട് അവിടെ ചെരുപ്പ് വെച്ചോളാനാണ് പറയുന്നത്. വെറുതെ വെക്കുകയല്ല, നമ്മളവിടെ ചെരുപ്പ് വെക്കുമ്പോൾ തിരിച്ചവരുടെ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു രീതി. അപ്പം അങ്ങനെ അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയായിരുന്നു. ഹലോ, 273 അടി ഉയരമുള്ള ഒരു പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, ദ്രാവിഡ നായക് ശൈലിയുടെ ഭംഗി നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കൊത്തുപണികൾ, തൂണുകൾ, പാറയിൽ കൊത്തിയിട്ടുള്ള ചെറിയ ചെറിയ കോവിലുകൾ ഒക്കെ ഉടനീളം നമ്മൾ കയറുന്തോറും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഓം നമഃശിവായ എന്നുള്ളൊരു മന്ത്രം വളരെ ചെറിയ സ്വരത്തിലാണെങ്കിൽ പോലും എല്ലായിടത്തും ഒരുപോലെ കേൾക്കാനും പറ്റുന്നുണ്ടായിരുന്നു. 400ഓളം കല്ലിൽ കൊത്തിയിട്ടുള്ള പടികളാണ് ഇവിടെ ഉള്ളത്. ഈ പടികളിലൂടെ കയറി വേണം മുകളിൽ എത്താനായിട്ട്. കുത്തനെയുള്ള കയറ്റവും ഇറക്കവുമാണ്. ഇത് ഇവിടുത്തെ പ്രധാന കവാടമാണ്. ഇവിടെ നിന്നാണ് ആദ്യത്തെ പടി ആരംഭിക്കുന്നത്. പ്രധാനമായും 3 കോവിലുകൾ ഇതിനുള്ളിലുണ്ട്. മാണിക്യ വിനായക ക്ഷേത്രം, തയ്യുമാനവർ ക്ഷേത്രം, ഉച്ചി പിള്ളയാർ ക്ഷേത്രം എന്നിങ്ങനെ 3 ക്ഷേത്രങ്ങൾ. പറയാതിരിക്കാൻ സാധിക്കില്ല, ആ കോവിലിനുള്ളിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ പറയുമ്പോഴും പൂർണ്ണമായിട്ട് അവിടുത്തെ കാഴ്ചകൾ ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനും ഗംഭീരമായിരുന്നു ആ കാഴ്ചകളെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ കോവിലിൽ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം ഒരു 12-1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുമുണ്ട്. അപ്പോൾ വഴിയിൽ നല്ല ഭംഗിയിൽ മാങ്ങയൊക്കെ ഇങ്ങനെ അടക്കി വെച്ചിട്ടുള്ളത് കണ്ടു. കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മേടിച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വീണ്ടും യാത്രയായി. അവിടുന്ന് നേരെ വണ്ടി എടുത്ത് മുന്നോട്ട് പോയത് തഞ്ചാവൂർക്കാണ്. തഞ്ചാവൂർക്ക് പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ മനസ്സിലേക്ക് വന്നൊരു പേരുണ്ട്, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. എന്തായാലും അവിടെ പോയി ഭക്ഷണം കഴിക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അതാണ് ചെല്ലമ്മാൾ സമയം. അവിടുത്തെ വിശേഷങ്ങളാണ് ഇനി.
മൺകലത്തിൽ മാത്രമായി പാരമ്പര്യ രീതിയിൽ തന്നെ പാകം ചെയ്തെടുക്കുന്ന മോസ്റ്റ് ഒതൻറ്റിക് ട്രഡീഷണൽ വെജിറ്റേറിയൻ സദ്യയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. 3 മണി വരെ മാത്രമേ അവർ ഫുഡ് സെർവ് ചെയ്യുള്ളൂ. നമ്മൾ അവിടുത്തെ ലാസ്റ്റ് കസ്റ്റമർ ആയിരുന്നു. 38 വിഭവങ്ങൾ അടങ്ങുന്ന സദ്യയാണ് ഇവരുടേത്. ഈ റെസ്റ്റോറൻറ്റിന് തന്നെ 2 ഭാഗങ്ങളുണ്ട്. നമ്മൾ ആദ്യം കണ്ടത് ആ ഒരു ഭാഗവും ഇത് 2ാമത്തെ ഭാഗവുമാണ്. ഒരു ഭാഗത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വിഭവങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് കഴിക്കാൻ സാധിക്കും. മറ്റൊരു ഭാഗത്ത് ഓരോ വിഭവത്തിൻ്റെയും പേരടക്കം പറഞ്ഞ് നമുക്ക് വിളമ്പിത്തരും. എല്ലാം കൂടെ കണ്ടപ്പോൾ എവിടെ നിന്ന് കഴിച്ചു തുടങ്ങണം എന്നൊരു ഐഡിയ എനിക്കും ഉണ്ടായിരുന്നില്ല, ആൾക്കും ഉണ്ടായിരുന്നില്ല. അത് കണ്ടിട്ട് മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അവർ നമ്മളോട് ആദ്യം മില്ലറ്റ് തിനയുടെ ചോറ് കഴിക്കാനാണ് പറഞ്ഞു തന്നത്. അപ്പോഴാണ് ഇത് കഴിക്കുന്നതിനും ഒരു രീതിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായത്. ഞാൻ സർവ്വസാധാരണയായിട്ട് ചെയ്യുന്നത് പോലെ അതിലെ പരിപ്പുവടയും കൊണ്ടാട്ടവും മുറുക്കൊക്കെയാണ് ആദ്യം എടുത്ത് കഴിച്ചത്. ആ കറിയുടെ മുഴുവൻ പേര് ചേച്ചി പറഞ്ഞു തന്നെങ്കിലും ഒന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, 38 വിഭവങ്ങൾക്ക് 38 ടേസ്റ്റായിരുന്നു. അത് നമുക്ക് പ്രത്യേകം മനസ്സിലാവുന്നുണ്ട്. ഫോട്ടോ എടുത്തോ, ഫോട്ടോ. ഈ സംഭവം നമ്മുടെ മില്ലറ്റാണ്, നമ്മുടെ തേങ്ങ. അതും ഒരു സ്പെഷ്യൽ കറി, ഭയങ്കര ടേസ്റ്റ്. അട്ടക്കുളമ്പ്, പുളിക്കുളമ്പ് അതുമാതിരി ടേസ്റ്റ് ഇല്ല. ശരി, ഓക്കെ. ഇതെന്താ? ലസ്സി. എന്ത് ലസ്സി? അതാണ് ലസ്സി. സൂപ്പർ. ഓ മൈ ഗോഡ്. ഇനിതാ പായസം ഉണ്ട്, തെന്നയുടെ പായസം. തെന്നയുടെ പായസമാണോ? ട്രഡീഷണൽ ഡിഷ്. One more thing, halwa. വേറെന്തോ ഹൽവ. ഹൽവ നമ്മുടെ ടേസ്റ്റ് ഇല്ല അല്ലേ? ഓക്കെ, ഫൈൻ, താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ സാധനങ്ങളുടെ ഫ്ലേവർ ഒരുമിച്ച് വരുന്നുണ്ട്. സരസ്വതിയിലേക്ക് ശേഷം പറയും കഴിഞ്ഞിട്ട് കളയുന്നു. He has taken the oil out. Okay, taking oil. Yeah, we made the oil. Actually, by the time it should have come. This oil will come? Oil come by that way. Huh? This way. It's a groundnut today. Groundnut. They were running. Okay, The oil has been taken out. I thought that you have taken the videos out of it. It's very authentically a vegetarian. So, River Kaveri side, people are very, what do you say? They have a very big pandityam in vegetarian in terms of lunch and an evening dinner, and even the palaharam they say in the middle. So, we try to create the River Kaveri side vegetarian.
And your name, sir? My name is Senthil Anand. Senthil Anand, okay. The shop's name Chellammal's Clay Pot Cuisine of Tanjavur. Okay. നമ്മളിപ്പോൾ കണ്ട സെന്തിൽ സാറാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ. വാട്ട് എ ജെം ഓഫ് പേഴ്സണാലിറ്റി. മോർ ദാൻ എ പ്രൊഫഷൻ, അദ്ദേഹത്തിന് ഇതൊരു പാഷനാണ്. ഞങ്ങൾക്ക് അവിടെ നിന്ന് രുചികരമായിട്ടുള്ള ഭക്ഷണം മാത്രമല്ല കിട്ടിയത്, ഒരു കൾച്ചർ കൂടി അറിയാൻ സാധിച്ചു. ഞങ്ങൾക്ക് എന്തായാലും ഇത് മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. കാണാം അടുത്ത വീഡിയോയിൽ. അൺടിൽ ദെൻ ബൈ.